ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിൽ ഇന്ന് ഗർഭധാരണത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. എല്ലാവർക്കും തന്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രീ കൺസെപ്ഷണൽ കെയറിനെ പറ്റിയാണ്. എല്ലാവർക്കും ഒരുപാട് പേർക്ക് പരിചിതമായൊരു വാക്കായിരിക്കും അത്. ഗർഭപൂർവ്വ പരിചരണം അല്ലേ? ഒരു അമ്മയാകാനും അച്ഛനാകാനും നമ്മൾ കുറച്ച് മുൻപേ ശാരീരികമായും മാനസികമായും തയ്യാറാവേണ്ടതുണ്ട്. എവറി പ്രഗ്നൻസി ഷുഡ് ബി എ പ്ലാൻഡ് വൺ തന്നെയാണ്. അപ്പോൾ വിദേശത്തെല്ലാം പ്രീ കൺസെപ്ഷണൽ കെയർ ക്ലിനിക്കുകളൊക്കെ സർവ്വസാധാരണമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്രത്തോളം പ്രാബല്യത്തിൽ അത് വന്നിട്ടില്ല. എന്നാലും ഇന്ന് പലരും, ഒരുപാട് പേര് നമുക്ക് OP-യിലാണെങ്കിലും കൺസൾട്ട് ചെയ്യാറുണ്ട്. അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപ് ഒരു ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. കൂടുതലും സ്ത്രീകളാണ് ഇത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി സമീപിക്കാറ്. പക്ഷേ സ്ത്രീയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറഞ്ഞാൽ. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു മിനിമം 3 മാസം മുൻപെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഒരു പ്രിപ്പയർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്തിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കപ്പിൾസ് തെറാപ്പി ആയിട്ട് തന്നെയാണ്, ഒരു കപ്പിൾസ് കൗൺസിലിംഗ് തന്നെയായിട്ടാണ് ശരിക്കും ഇത് വരേണ്ടത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കൂട്ടുക. എന്തെങ്കിലും ഒക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് അത് പരിഹരിച്ചതിന് ശേഷം പ്രഗ്നൻസിയിലേക്ക് വരിക. ഒരു റെസ്പോൺസിബിൾ പാരൻറ്ഹുഡിന് വേണ്ടി നമുക്ക് മാനസികമായിട്ട് ഒരു അമ്മേനെ അച്ഛനെ ഒരുക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പോൾ 1-2 കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്നത്തെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാധാരണ ശരാശരി മനുഷ്യരുടെ ആരോഗ്യം, ശാരീരികാരോഗ്യം, മാനസികാരോഗ്യത്തിനൊക്കെ ഒരുപാട് കുറവുകൾ ഉള്ള ഈ കാലത്ത്, ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ ഒരുപാട് കൂടി വരുന്ന ഈ കാലത്ത് ഈ ഒരു പ്രീ കൺസെപ്ഷണൽ ഗർഭിണിയാവുന്നതിന് മുൻപേ ഉള്ള പരിചരണത്തിന് ഒരുപാട് പ്രാധാന്യം ഇന്നത്തെ കാലത്തുണ്ട്. ഇത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ 5000 വർഷം മുൻപ് എഴുതിയ ഗ്രന്ഥങ്ങളിൽ പോലും ഈ ഗർഭപൂർവ്വ പരിചരണത്തെ പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു 3 മാസം മുൻപേ ഒരു സ്ത്രീ കഴിക്കേണ്ട മരുന്നുകൾ, ഒരു പഞ്ചകർമ്മ ചെയ്ത്, അതായത് ഒരുപാട് പ്യൂരിഫിക്കേറ്ററി പ്രൊസീജിയേഴ്സ്, ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവരുടെ ശരീരം ക്ലീൻ ആവാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പഞ്ചകർമ്മകൾ ചെയ്ത് പ്രത്യേകതരം മരുന്നുകൾ കഴിച്ച് ആ ഒരു എഗ്ഗിൻ്റെയും ആ ഒരു പുരുഷ ബീജത്തിൻ്റെയും സ്ത്രീ ബീജത്തിൻ്റെയും ക്വാളിറ്റി കൂട്ടുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് ഒരു സൈക്കോളജിക്കലി പോലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതിന് ശേഷം വളരെ ശുഭമുഹൂർത്തം നോക്കി ഇത് സ്ത്രീയും പുരുഷനും ബന്ധപ്പെടണമെന്നും അതുവഴി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ നോക്കി, അത് പണ്ടത്തെ കാലത്ത് ചിലപ്പോൾ ഒരു രാജകുടുംബത്തിലൊക്കെ ഒരു മിടുക്കനായ യുവരാജാവ് ഉണ്ടാകാൻ വേണ്ടിയൊക്കെ നിലവിൽ വന്ന സംഭവങ്ങളായിരിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു സയൻറ്റിഫിക് ബേസിസ് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ നമുക്ക് എടുക്കാനുള്ളൊരു പ്രധാന കാരണം. ഇന്നും അപ്പോൾ ഒരുപാട് പേര് ഈ ഗർഭിണിയാവുന്നതിന് മുൻപ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചും നല്ലൊരു കുഞ്ഞുണ്ടാവാൻ എന്തൊക്കെ തരത്തിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചും ഒരുപാട് പേര് ക്ലിനിക്കിലൊക്കെ നമ്മളെ വിസിറ്റ് ചെയ്യാറുണ്ട്. മിക്കവാറും സ്ത്രീകളാണ് എപ്പോഴും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നത്. പക്ഷേ സ്ത്രീകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത്. സ്ത്രീയും പുരുഷനും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ് ഒരു കുഞ്ഞിൻ്റെ ഹെൽത്തിൽ. അതായത് സ്പേമിൻ്റെ ആരോഗ്യം, എഗ്ഗിൻ്റെ ആരോഗ്യം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം? ഒരു അച്ഛനാവുന്നതിന് മുൻപ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വരുത്താനുണ്ട്. ലൈഫ് സ്റ്റൈൽസ് ആണെങ്കിലും ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും. അപ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യത്തിൽ സ്മോക്കിംഗ്, ആൽക്കഹോൾ അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ടൈറ്റ് ഇന്നർവിയർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഒരു ഹോട്ട് ക്ലൈമറ്റിൽ, അതായത് ഒരു ചൂടുള്ള എന്തെങ്കിലും സാഹചര്യത്തിലാണ് ജോലിയെങ്കിൽ അതിന് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ എടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ, ഓവർ സ്ട്രെസ്, ഓവർ ഫുഡിൽ വരുന്ന ഓവർ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ, ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു 3-4 മാസം മുൻപേ, നമ്മളൊരു അച്ഛനാവാൻ ഒരുങ്ങുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചാൽ അത് കുഞ്ഞിൻ്റെ ഹെൽത്തിൽ ആ ഒരു വ്യത്യാസം പ്രകടമായി കാണിക്കും എന്നുള്ളത് ഉറപ്പാണ്.
എപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന പ്രീ കൺസെപ്ഷണൽ കെയറിൻ്റെ പ്രധാന ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കൂട്ടുക. റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും, ഡയബറ്റീസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കുക. ഒരു റെസ്പോൺസിബിൾ പാരൻറ്ഹുഡിന് വേണ്ടി അച്ഛനെയും അമ്മേനെ ഒരുക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഗോൾ സെറ്റിങ്സിൽ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് രണ്ടുപേർക്കും ചെയ്യാവുന്ന ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത് അനീമിയയും തൈറോയ്ഡ് ഹോർമോൺസും ഷുഗർ, അതായത് ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൃത്യമായിട്ട് നോക്കുക എന്നുള്ളത് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് അതുവഴി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ രണ്ടുപേരും വരുത്തേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നല്ലൊരു എക്സസൈസ് പാറ്റേൺ സെലക്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു മോഡറേറ്റ് എക്സസൈസ്, ഒട്ടും എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു മോഡറേറ്റ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. അത് എല്ലാ ദിവസവും റെഗുലർ ബേസിസിൽ ആ ഒരു ശീലത്തിലേക്ക് വരിക. ഇത് പ്രഗ്നൻസി ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഒരു ഗർഭിണിയെ ഒരുപാട് തരത്തിൽ സഹായിക്കും. പലതരം പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, ഡെലിവറി സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ ഒരു റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ശീലിക്കുന്നത് വഴി സാധിക്കും. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, നല്ല തരത്തിലുള്ള യോഗകളൊക്കെ നേരത്തെ ശീലിച്ച് വെക്കുന്നതും നമുക്ക് പ്രഗ്നൻസി വളരെ ഈസി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മെഡിറ്റേഷൻ, നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലെ പറഞ്ഞു, മെഡിറ്റേഷൻ അതായത് ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ് ശരിക്കും പ്രഗ്നൻസി എന്ന് പറഞ്ഞാലും ഡെലിവറി എന്ന് പറഞ്ഞാലും. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ്, ഒരു മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതും തീരെ പരിചയമില്ലാത്തവർക്ക് ആ ഒരു ഫീലിങ്ങിലേക്കൊക്കെ വരാൻ ശ്രമിക്കുന്നതും പ്രഗ്നൻസിയെ ഒരുപാട് തരത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. അതുപോലെ നന്നായിട്ട് ഉറങ്ങുക, അതായത് ഉറക്കം വളരെ പ്രശ്നമുള്ളവരാണെങ്കിൽ, താമസിച്ച് മാത്രം ഉറങ്ങി ശീലമുള്ളവരാണെങ്കിലൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് റൂട്ടീനിലേക്ക് വരിക. അച്ഛനും അമ്മയും അതും ഒരു തരത്തിൽ നമ്മുടെ ഹോർമോണൽ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഓവത്തിൻ്റെയും എഗ്ഗിൻ്റെയും ക്വാളിറ്റിയെ കൂട്ടാനും സാധിക്കും. നമുക്കറിയാം ഓവത്തിൻ്റെയും ഒരു ചെടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആ വിത്തിൻ്റെ ആരോഗ്യമാണ് അല്ലേ. അപ്പോൾ കാലാവസ്ഥയും മണ്ണിലുള്ള വളക്കൂറും വിത്തിൻ്റെ ആരോഗ്യവും ഒക്കെ ചേർന്നിട്ടാണ് ഒരു ചെടിയുടെ കരുത്ത് നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞും. അപ്പോൾ കുഞ്ഞ് വളരുന്ന സാഹചര്യം, വളർച്ചാഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് കൊടുക്കുന്ന ന്യൂട്രീഷൻസ്, അതുപോലെ ആ ഒരു ആദ്യത്തെ ബീജത്തിനുണ്ടാകുന്ന കരുത്ത്, ഇതെല്ലാം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ ജനറ്റിക് ഡിസൈനിന് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു വെയിറ്റ് മെയിൻ്റനൻസിന് സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് തീരെ വെയിറ്റ് കുറവായിരുന്നവർക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 50 കിലോ മുകളിലേക്കെങ്കിലും വെയിറ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു 65 കിലോയിൻ്റെ മുകളിൽ വെയിറ്റ് ഉള്ളവർ ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ മെത്തേഡിലൂടെ വെയിറ്റ് കുറച്ചതിന് ശേഷം പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നതും നമുക്ക് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ സ്ത്രീകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില അസുഖങ്ങളെ പറ്റി പറയാം ഞാൻ. ഒന്ന് പ്രധാനമായിട്ടും വൈറ്റ് ഡിസ്ചാർജ്, അതായത് ഡിസ്ചാർജ് ഒരു ഇൻഫെക്റ്റീവ് ലെവലിൽ, ചൊറിച്ചിൽ, പുകച്ചിൽ, മറ്റ് പലതരം കളർ ചേഞ്ചിലുള്ള ഡിസ്ചാർജൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ഉള്ളവർക്കാണെങ്കിൽ അത് ഗർഭകാലത്ത് തുടർന്ന് നിൽക്കാനും അബോർഷന്, പ്രീമെച്വർ ലേബറിന്, നേരത്തെ പ്രസവിക്കാൻ, കുഞ്ഞിനുള്ള പല പ്രശ്നങ്ങൾക്ക്, ഇൻഫെക്ഷനൊക്കെ കാരണമാകാം. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷം പ്രഗ്നൻ്റ് ആവാൻ എപ്പോഴും ശ്രമിക്കുക. അതുപോലെ അസിഡിറ്റി, വളരെ അസിഡിറ്റി പ്രോബ്ലം, വയറിൽ പുകച്ചിൽ പോലെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് വൊമിറ്റിംഗ് പോലെ, കോൺസ്റ്റിപ്പേഷൻ പോലെ പ്രഗ്നൻസിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന് കാണാറുണ്ട്. അപ്പോൾ ഒരു അസിഡിറ്റി ആണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരിലാണെങ്കിലും അത് കംപ്ലീറ്റ്ലി ആ ഇൻഫെക്ഷൻ കുറച്ചതിന് ശേഷം മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. കാരണം യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒരു അസുഖമാണ്. നമുക്കതിൻ്റെ സീരിയസ്നെസ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം. പിന്നെ നമുക്ക് പറയാറുള്ളതാണ് ടീത്ത് പ്രോബ്ലംസ്. ആരും അധികം ശ്രദ്ധിക്കാത്തൊരു പ്രശ്നമാണ് പല്ലിൻ്റെ പലതരം പ്രശ്നങ്ങൾ. അത് നമ്മൾ പോട്ടെ മാറ്റിവെച്ച് അതൊക്കെ കൂടെ ചിലപ്പോൾ പ്രഗ്നൻസി ടൈമിലായിരിക്കും അതിൻ്റെ വേദനയും പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടാറ്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ OP-യിൽ കാണുന്നൊരു കേസാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രഗ്നൻസി സമയത്തും ഡെലിവറി സമയത്തൊന്നും പല്ലിൻ്റെ വലിയ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസും വേദന സഹിച്ച് ആ സമയം കടന്നു പോകുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പോൾ പല്ലിന് ഇപ്പം റൂട്ട് കനാൽ ചെയ്യേണ്ട പല്ലുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുക. പല്ലിൻ്റെ എന്താ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അത് ആ പല്ലിൻ്റെ പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി ശ്രമിക്കുന്നതും നമുക്ക് ഇത്തരത്തിലുള്ള
വേദനാജനകമായ കുറേ അനുഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ അലർജി കംപ്ലൈൻറ്റ്സ്, തുടർച്ചയായ ചുമ, കഫക്കെട്ട് ഒക്കെ നമുക്ക് പ്രഗ്നൻസിയിലാണെങ്കിലും നീണ്ടു നിൽക്കുന്ന ചുമയൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അലർജിക് സിംറ്റംസ് എല്ലാവരിലും വളരെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ, ഇപ്പം ആയുർവേദത്തിൽ പോലും ആണെങ്കിലും വളരെ കൃത്യമായ മെഡിസിൻസ് കൊണ്ട് നമുക്ക് അലർജിയെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഏറെക്കുറെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. ക്രോണിക് കഫൊക്കെ ഉള്ളവർ അത് തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം. പിന്നെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, എപ്പിലെപ്സി, മറ്റ് സൈക്യാട്രിക് ഡ്രഗുകളൊക്കെ കഴിക്കുന്നവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് വളരെ ഒരു സേഫ് മെഡിസിൻസ് ആക്കി മാറ്റുക. അപ്പോൾ പ്രഗ്നൻസിയെ ബാധിക്കാത്ത തരത്തിലുള്ള മെഡിസിൻസ് ആക്കി അത് മാറ്റുക എന്നുള്ളതും പ്രധാനമാണ്. പിന്നെ എപ്പോഴും ജനറ്റിക് കൗൺസിലിങ്ങും ഒരു കരിയർ സ്ക്രീനിങ്, അതായത് നമ്മുടെ ജീനിൽ ഏതൊക്കെ അസുഖങ്ങളുടെ ഒരു സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ടോ, നമ്മുടെ മക്കൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ജനറ്റിക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ വലിയ വലിയ മോഡേൺ സംഭവങ്ങളും പ്രീ കൺസെപ്ഷണൽ കെയറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ അത്രയ്ക്കൊന്നും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഡെയിലി ലൈഫിൽ മാറ്റിയെടുക്കാവുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, ഉറക്കം, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റിയെടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യത്തിൽ ഒരുപാട് ക്വാളിറ്റി കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ വരുത്താൻ സാധിക്കും. അപ്പോൾ അത് എല്ലാവരും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന അച്ഛനും അമ്മയും അതിനുവേണ്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ റെസ്പോൺസിബിളായിട്ട് ഒരുങ്ങുക എന്നുള്ളത് നെക്സ്റ്റ് ഒരു ജനറേഷനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഗർഭധാരണത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ, ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.